എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റിന്റെ പെർഫോമൻസ് ഇത്ര മോശമായത്? ഇത്ര മോശമായതിന്റെ പുറകിലുള്ള കാരണങ്ങൾ നിരവധിയാണ്. ഉദാഹരണത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ, ഒരു സെന്തിൽ കമ്മിറ്റി എന്നൊരു ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവന്നു. അത് 2023 കൊണ്ടുവന്നു. ആ കമ്മീഷനെ കൊണ്ടുവരുന്നതിന്റെ പുറകിൽ തന്നെ ചില കാരണങ്ങളുണ്ട് എന്നാണ് എന്നെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നത്. എന്താണ് ആ കാരണങ്ങൾ? അതായത് ധനവകുപ്പിന്റെ അധികാരങ്ങൾ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലേക്ക് കൈമാറണം. അതായത് ബജറ്റിൽ പറയുന്നതോ എന്തോ ആകട്ടെ, ഖജനാവിലേക്ക് എത്തുന്ന ഏത് ഫണ്ടും ഏത് പണവും മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരം ആഗ്രഹിക്കുന്ന തരത്തിൽ ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ, അതായത് പൊതു ഭരണ വകുപ്പിന്റെ കീഴിലേക്ക് അധികാരങ്ങൾ മുഴുവനും കേന്ദ്രീകരിക്കുക. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വരുതിക്ക് പുറത്ത് അല്ല, വരുതിക്കകത്ത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിയന്ത്രണം മുഴുവനും. നമുക്കറിയാം, പോലീസുകാരെ എല്ലാം അച്ചടക്കമുള്ളവരാക്കി. ഏതച്ചടക്കം? പോലീസ് അച്ചടക്കമല്ല, മുഖ്യമന്ത്രിയുടെ അച്ചടക്കക്കാരാക്കി മാറ്റി. അതിന്റെയൊക്കെ പരിണത ഫലങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ CAG റിപ്പോർട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ 2023 പുറത്തിറക്കിയ CAG റിപ്പോർട്ട് നമ്പർ 1 എടുത്തു നോക്കുക. അതിനകത്ത് വകമാറ്റി ചെലവഴിക്കൽ, ഓഡിറ്റിംഗ് ഇല്ലായ്മ, ഇതൊക്കെ ധാരാളമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതുപോലെ കുടിശ്ശിക പിരിച്ചെടുക്കാതെ അരിയറാക്കുക, ഇതൊക്കെ കാര്യക്ഷമതയില്ലായ്മ. വകമാറ്റലും ധൂർത്തും ഒക്കെ അഹങ്കാരം കൊണ്ട് നടക്കുന്നത്. മറ്റേ കാര്യക്ഷമതയില്ലായ്മ ഒരു വശത്ത്, അഹങ്കാരം വേറൊരു വശത്ത്. അതുപോലെ വകമാറ്റുന്നത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുക. ഇന്റേണൽ ഓഡിറ്റിങ്ങിന് ഇന്റേണൽ ഓഡിറ്റേഴ്സ് തയ്യാറായി ചെല്ലുമ്പോൾ അത് അവരെ നിരുത്സാഹപ്പെടുത്തി അവരെ വിരട്ടി ഓടിക്കുക. അങ്ങനെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കാതെ വരിക. ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കാതെ വന്നാൽ ഫണ്ട് തിരിമറി നടത്തിയതോ വകമാറ്റിയതോ ഒന്നും ആരും പുറത്തറിയില്ല. ഇത്തരം കഥകളുടെ ഒരു വലിയ ചുരുളഴിക്കുകയാണ് ആ CAG റിപ്പോർട്ട്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്നിട്ട് എന്താണ് ചെയ്തത്? ആദ്യത്തെ 2016 മുതൽ 2021 വരെ ഭരിച്ച LDF ഗവൺമെന്റില് ധനവകുപ്പ് കൈകാര്യം അദ്ദേഹം ചെയ്തിരുന്ന മാന്യൻ, എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ച് മുട്ടുമടക്കുന്നവനായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ഊഴം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ എടുത്ത് പുറത്തു കളഞ്ഞത്. അദ്ദേഹത്തെ പോലെ തന്നെ ശക്തരായിരുന്ന മന്ത്രിമാരെ ഒക്കെ പുറത്തു കളഞ്ഞു. അവരെ ആരെയും കൂട്ടിയില്ല. ഇപ്പം മിണ്ടാപ്രാണികളായ ഏതാനും പേര്, അഥവാ മിണ്ടിയാൽ മണ്ടത്തരം മാത്രം മിണ്ടുന്നവർ, അത്തരക്കാരെ മന്ത്രിമാരാക്കി വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരെ പുറത്തു കളയുകയോ ചെയ്തു. അപ്പം ഈ ധനവകുപ്പിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ധനവകുപ്പിൽ എന്താ സംഭവിച്ചത്? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ഓഫറുകൾ ബജറ്റുകളിൽ വന്നു. പക്ഷെ ആ ഓഫറുകൾ ഒന്നും നടപ്പാക്കിയില്ല. ഉദാഹരണത്തിന് ഒറ്റ ഉദാഹരണം ഞാൻ ഇപ്പൊ തന്നെ ചൂണ്ടിക്കാണിക്കാം. അതായത് 2016-17 ബജറ്റിൽ തന്നെ ഡോക്ടർ ഐസക് പറഞ്ഞു, കേരളത്തെ വ്യവസായ സൗഹൃദമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ പീരീഡിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആ വ്യവസായ ഇടനാഴിക്ക് അംഗീകാരം കൊടുത്തു, ഭൂമി ഏറ്റെടുക്കലൊക്കെ നടത്തി. പക്ഷെ ഇപ്പോഴും വ്യവസായ ഇടനാഴി എങ്ങും എത്തിയിട്ടില്ല. വ്യവസായ ഇടനാഴി വന്നാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസാ ഉള്ളത്? നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റുകൾ കുറയും. അതുപോലെ തന്നെ മറ്റെല്ലാ വ്യവസായ വികസനത്തിന് ആവശ്യമായ ഒരുപാട് സൗകര്യങ്ങളാണ് അതിന്റെ വ്യവസായ ഇടനാഴിയുടെ ഇരുപുറങ്ങളിലുമായിട്ട് ഉടലെടുക്കുക. അതുകൊണ്ട് തന്നെ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുകയും ധാരാളം വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വരികയും ചെയ്തേനെ. പക്ഷെ അതിനുള്ള സാധ്യത ഉണ്ടായില്ല. അപ്പം അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഈ ഒന്നാമത്തെ ബജറ്റിൽ തൊട്ട് ഈ 2021 വരെയുള്ള ബജറ്റുകളിൽ പറഞ്ഞതൊന്നും നടപ്പായില്ല. അത് പോകട്ടെ. രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നു, വകുപ്പിന്റെ കടിഞ്ഞാൺ എന്റെ കയ്യിൽ തന്നെ വരണം, ഞാൻ വിചാരിക്കുന്ന കണക്ക് തന്നെ പണം ചെലവഴിക്കപ്പെടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സെന്തിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ സെന്തിൽ കമ്മിറ്റി റിപ്പോർട്ടില് സെന്തിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് ഈ ഫിനാൻസസിനെ പറ്റി ഒരു റൂൾസ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അതനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും ഫിനാൻസ് വകുപ്പിന് റൂൾ 10, എന്താണ് ഈ റൂൾ 10 പറയുന്നത്? ഫിനാൻസ് വകുപ്പിന്റെ അനുമതിയില്ലാതെ
ഒരു വകുപ്പിലും ഏതെങ്കിലും പദ്ധതികൾക്ക് ഫണ്ട് അലൊക്കേറ്റ് ചെയ്തുകൂടാ. അപ്പൊ ഏത് വകുപ്പിൽ എന്താ പറയുക, ഭരണ വകുപ്പാണെങ്കിൽ ഫണ്ട് അലൊക്കേഷൻ ഫിനാൻസ് വകുപ്പിന്റെ ഒരു പ്രറോഗേറ്റീവ് ആണ്. അവരുടെ നിശ്ചയപ്രകാരമേ ചെയ്യാൻ പറ്റൂ. കാരണം ആകെ ഫിനാൻസിന്റെ വരവ് പോക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന വകുപ്പാണ്. ആ വകുപ്പിലൂടെ മാത്രമേ ഈ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. സെന്തിൽ കമ്മിറ്റിയിൽ തന്നെ പൊതുഭരണ വകുപ്പിലെ ചില മാന്യന്മാരുണ്ടായിരുന്നു. ആ മാന്യന്മാരുടെ ഒക്കെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം, അതിനും പുറകിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം കാണും, ഈ നിയമം എടുത്തു മാറ്റാൻ. ഫിനാൻസ് വകുപ്പിൽ നിന്ന് ഫിനാൻസ് വകുപ്പിന്റെ ഈ അവകാശം, ഓരോ വകുപ്പിനും കൊടുക്കേണ്ട ഫണ്ട് എത്ര എന്ന് തീരുമാനിക്കാനും ഒക്കെയുള്ള അവർക്ക് അവസാനത്തെ സാങ്ഷൻ കൊടുക്കേണ്ടത് ഫിനാൻസ് വകുപ്പാണ്, ധനവകുപ്പാണ് എന്നത് എടുത്തു കളയുക. എന്നിട്ട് അത് പൊതുഭരണ വകുപ്പിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഓരോ വകുപ്പിനും തീരുമാനിക്കാം ഏത് ഫണ്ട് എത്ര ചെലവഴിക്കണമെന്ന്. അവരുടെ തന്നെ ഒരു ഫിനാൻസ് ഓഫീസറുണ്ട്, അതായത് വകുപ്പുകൾക്ക് ഉള്ള ഫിനാൻസ് ഓഫീസർ അതിന് സാങ്ഷൻ കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ആ കമ്മിറ്റി എത്തിച്ചേർന്നത്. പക്ഷെ ആ കമ്മിറ്റി പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ? അതിനെതിരെ വളരെ ശക്തമായ പ്രതിരോധം സമൂഹത്തിൽ നിന്ന്, എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി, ഇതിന്റെ അപകടങ്ങളെപ്പറ്റി അറിയാവുന്നവരിൽ നിന്ന് ഉയർന്നിരുന്നു. അപ്പൊ ഇപ്പോൾ അതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്, അതോ അതിൽ നിന്ന് അല്പമെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നറിഞ്ഞൂടെ. എന്തായാലും അതിനുശേഷം 2023 വന്ന CAG റിപ്പോർട്ടില് ഈ വകമാറ്റലിനെ പറ്റി വളരെ വ്യാപ്തമായ തോതില് ഓരോ വകുപ്പിലെയും ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത്, ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോൾ അനുവദിക്കാതിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവൻ ഓരോ വകുപ്പിനെ പറ്റിയും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു ഗവൺമെന്റിനെ എന്താവശ്യത്തിന് വേണ്ടി നാം ഇലക്ട് ചെയ്ത് ഭരണത്തിലേക്ക് എത്തിച്ചോ ആ ആവശ്യങ്ങളൊക്കെ മറന്ന് സ്വന്തം എക്സിസ്റ്റൻസിന് വേണ്ടിയും ആവർത്തിച്ചുള്ള വരവിന് വേണ്ടിയും ഒക്കെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് ആ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സ്ഥിതിയാണ് നാം കാണുന്നത്. അങ്ങനെ ആവശ്യത്തിലേറെ കടം കൊള്ളുന്നു. കടം കൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഈ CAG റിപ്പോർട്ട് തന്നെ 2024 മാർച്ചിൽ പുറത്തു വന്ന CAG റിപ്പോർട്ടില് ഡെറ്റിനെ പറ്റി ധാരാളം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഡെറ്റിനെ പറ്റി പറയുന്നത്? അതായത് ഈ കടം കൊണ്ട് സംസ്ഥാനങ്ങൾ കടക്കെണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നതോടുകൂടി 2002 കൊണ്ടുവന്ന ആക്ടാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ടിൽ 3 അത്യാവശ്യ മാനദണ്ഡങ്ങൾ വയ്ക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനവും പാലിക്കേണ്ട 3 ധനമാനദണ്ഡങ്ങൾ. എന്താണ് ഈ 3 ധനമാനദണ്ഡങ്ങൾ? 1, റവന്യൂ കമ്മി 5 വർഷം കൊണ്ട് ഇല്ലാതെയാക്കുക. അത് ഒരു സംസ്ഥാനത്തിനും ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ പല സംസ്ഥാനങ്ങളും ഗണ്യമായ തോതിൽ റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിനും റവന്യൂ കമ്മി വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഉപാധി എന്താണ്? മാനദണ്ഡം എന്താണ്? അതായത് ധനക്കമ്മി GSDPയുടെ 3% ഒതുക്കണം. അതും ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒതുക്കൽ ഒരു ഒതുക്കലല്ല, അതിനെ മറികടക്കും ഞങ്ങൾ എന്ന ഉദ്ദേശത്തോടെയാണ് കേരള ഗവൺമെന്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊണ്ട് കടം വാങ്ങുന്നു. അയ്യോ അത് ബജറ്റിലല്ല എന്നാണ് ഇവർ പറയുന്നത്, ഗവൺമെന്റിലുള്ളവർ പറയുന്നത്. പക്ഷെ അത് ബജറ്റിനകത്താണെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സർട്ടിഫൈ ചെയ്യുന്നു, റിസർവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ ഏകദേശം സംസ്ഥാന ഗവൺമെന്റും അത് അംഗീകരിച്ചു തുടങ്ങി. അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നൊരവസ്ഥ വന്നതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ റവന്യൂ ഡെഫിസിറ്റ്, റവന്യൂ കമ്മി ഇല്ലാതെയാക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി GSDPയുടെ 3% ഒതുക്കുക. അത് ഒതുക്കാൻ പറ്റാത്തപ്പോഴാണ് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലേക്ക് പോകുന്നത് സംസ്ഥാന ഗവൺമെന്റ്. മൂന്നാമത്തെ കണ്ടീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് GSDPയുടെ 29% താഴെ നിർത്തണം. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എന്ന് പറയുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, സംസ്ഥാനം ഫോം ചെയ്ത കാലം മുതൽ വാങ്ങിച്ച കടം, അത് നമ്മൾ കുട്ടികൾ വളർന്നു വലുതാകുന്നത് പോലെ ആ കടം അടച്ചു വീട്ടിയില്ലെങ്കിൽ അതും വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വളരുന്ന കടം അത് എത്ര ശതമാനത്തിൽ ഒതുക്കണമെന്നാണ്? അത് GSDPയുടെ 29% നിജപ്പെടുത്തണം, അതിന് മുകളിലേക്ക് പോകരുത് എന്നാണ്
ഈ FRBM ആക്ട് പറയുന്നത്. എന്നിട്ട് കേരളത്തിലേക്ക് നമ്മൾ ഒന്ന് വന്ന് നോക്കുക. 2011-12 മുതൽ 15-16 വരെ, അത് ആ സമയത്ത് ഏത് ഗവൺമെന്റാ ഭരിച്ചിരുന്നത്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയം, UDFന്റെ സമയം. ആ സമയത്ത് എല്ലാ വർഷങ്ങളിലും ഇത് 29% അതിൽ താഴെയോ ആയിരുന്നു. മറിച്ച് 2016-17 അത് 30%-ത്തിലെത്തി. തുടർന്നുള്ള വർഷങ്ങളിൽ അത് 38% വരെ, 29%-ത്തിൽ നിർത്തേണ്ടത് 38% വരെ വളരുന്നത് നമ്മൾ കണ്ടു. ഈ ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് നോക്കാം. ഈ ബജറ്റ് ഡോക്യുമെന്റിൽ തന്നെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2025-26 ബജറ്റ് ഡോക്യുമെന്റ്. ആ ബജറ്റ് ഡോക്യുമെന്റില് എന്താ പറയുന്നത്? ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നൊരു കോളം ഉണ്ട് ഇവിടെ. ആ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന കോളം ഞാനത് കാണിച്ചു തരാം. ആ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന കോളം നിങ്ങളിൽ ആരെങ്കിലും റിസർച്ച് ചെയ്യുന്നു, ആരെങ്കിലും ഗഹനമായ പഠനത്തിന് തയ്യാറാകുന്നു, അത്തരക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. ഇതാണ് ആ ടേബിള്. അതായത് A10, പേജ് A10, ടേബിൾ A7, പേജ് A10, ടേബിൾ A7. ഈ 7 നോക്കിയാൽ അറിയാം, ഈ 25-26 ബജറ്റില് 29%-ത്തിലല്ല നിർത്തിയിരിക്കുന്ന. ഇത്രയും സമ്മർദ്ദം കേന്ദ്രത്തിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും C&AGയിൽ നിന്നും ഒക്കെ വന്നിട്ട് 33.77% ഇതിനെ പിടിച്ചു കെട്ടിയിരിക്കുന്നത്. ഏതിനെ? ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് അഥവാ സഞ്ചിത കടം. അതായത് നമ്മുടെ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ എടുത്ത കടം ബാക്കിയായി കിടക്കുന്നത് ഒത്തുചേർന്നതാണ് സഞ്ചിത കടം എന്ന് പറയുന്നത്. ആ സഞ്ചിത കടം 33.77%-ത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ സംസ്ഥാനം ഒരു വലിയ കടക്കെണിയുടെ വക്കിലാണ് എത്തി നിൽക്കുന്നത് എന്ന്. അവിടെ തീരുന്നില്ലല്ലോ പ്രശ്നം, കടം പിന്നെയും വാങ്ങിച്ചു കൂട്ടുകയാണ്. അപ്പൊ ഓർമ്മിക്കണം നമ്മള്, അതായത് UDF ഭരണം വിടുന്ന സമയത്ത് 2015-16 നമ്മുടെ സഞ്ചിത കടം എത്രയായിരുന്നു? 1,53,200 കോടിയായിരുന്നു. ആ 1,53,200 കോടിയാണ് ഇപ്പോൾ വളർന്ന് എവിടെ എത്തിയിരിക്കുന്നു? അത് 4,81,997.62 കോടിയില്, 4,81,997.62 കോടിയിൽ എത്തിയിരിക്കുകയാണ് ആ കടം. അതിനും മുകളിലാണ് കിഫ്ബി വഴിയും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും വാങ്ങിക്കുന്ന കടം. ഈ രണ്ട് കടം വാങ്ങൽ യന്ത്രങ്ങളെയും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് കടം കൊള്ളാൻ വേണ്ടി സൃഷ്ടിച്ച പ്രത്യേക സ്കീം എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഈ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി മേടിക്കുന്ന കടം എന്തിനുള്ളതാണ്? അതായത് നമ്മുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പാലം മുതലായവയുടെ നിർമ്മാണം. രണ്ടാമത് അത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഉള്ളത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഈ രണ്ട് തരം ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ്. എന്താണ് ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വരുത്തേണ്ട ചേഞ്ചസ്. അതിന് കെട്ടിടങ്ങൾ വേണം, അതിനുള്ള മറ്റ് സൗകര്യങ്ങൾ വേണം. ഇതിനൊക്കെയാണ് ഈ പറയപ്പെട്ട, ഇപ്പൊ നമ്മുടെ AI യുഗത്തിൽ നമ്മുടെ സാങ്കേതിക മികവ് വർദ്ധിപ്പിക്കണമെന്നുള്ള അതിനു വേണ്ട എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും എല്ലാം വേണം. അങ്ങനെയൊക്കെയുള്ള എല്ലാ ചെലവുകൾക്കും വേണ്ടിയാണ് സാമൂഹ്യ ആരോഗ്യ മേഖലകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ചെലവ് എന്ന് പറയുന്നത്. ആ ചെലവിന് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇപ്പോ വ്യവസായ ഇടനാഴി കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വേണമെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന ചെലവ്, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ KSSPL എന്ന് പറഞ്ഞാൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതെന്തിനു വേണ്ടിയാണ്? 1,600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നതിന്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഫോം ചെയ്തതാണ് അത്. അങ്ങനെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കിയിട്ട് നമുക്കറിയാം പെൻഷൻ കൊടുക്കൽ നേരെ നടക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നു? ആ ഫണ്ടും വകമാറ്റി പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-3 മാസം കുടിശ്ശിക വന്നു കഴിയുമ്പോഴാണ് ആ ഫണ്ട് പോലും കൊടുക്കുന്നത്. അപ്പൊ ഈ രണ്ട്, അതായത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും കിഫ്ബിയും വഴിയെടുക്കുന്ന കടവും കൂടി നമ്മുടെ ഈ വലിയ കടം, ഞാൻ നേരത്തെ പറഞ്ഞ 4,00,000
4,81,997 കോടി കടം. ആ കടത്തിന്റെ കൂടെയാണ് ഈ പറയപ്പെട്ട 2 തരം കടങ്ങൾ കൂടി വന്നു ചേരുന്നത്. അപ്പോഴാണ് എപ്പോ വേണമെങ്കിലും കടക്കണിയിലേക്ക് പോകത്തക്ക ഒരവസ്ഥയിലാണ് കേരളം എന്നാണ് നമ്മുടെ C&AG പറയുന്നത്. C&AG അത് മാത്രമല്ല പറയുന്നത്. C&AG പറയുകയാണ്, നിങ്ങൾ വെറുതെ ഈ കടം രണ്ടും ബജറ്റിന് പുറത്താണെന്ന് പറയേണ്ട, ബജറ്റിനകത്ത് തന്നെയാണ്. കാരണം ഈ കടങ്ങളെല്ലാം വീട്ടേണ്ടത് ബജറ്റ് വഴി കണ്ടെത്തുന്ന റിസോഴ്സസ് കൊണ്ടാണ്. അത് തന്നെ കാണിക്കുന്നു, ഇത് ബജറ്റിനകത്താണ്, ബജറ്റിനകത്ത് വന്നേ തീരൂ. മാത്രവുമല്ല, CAG ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യമാണ് ഇത് ഈ ജനറേഷന്റെ പുറത്ത് മാത്രമല്ല, അടുത്ത ജനറേഷന്റെ പുറത്തുകൂടി വീഴുന്ന ഭാരമായിരിക്കും.